അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തുടർന്നുള്ള ഒരു വീഡിയോ ആണ് ഇവിടെ പറയുന്നത്. മീറ്റിംഗ് ലിങ്കുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മീറ്റിംഗ് ലിങ്ക് ചെയ്തിട്ട് അത് ഇവിടെ പേസ്റ്റ് ചെയ്യുക എന്ന് വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടത്. മീറ്റിംഗ് ലിങ്ക് ഇതേ ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, കണ്ടില്ലേ മീറ്റിംഗ് ലിങ്ക്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സബ്ജക്റ്റ് ഏതാണ്, അപ്പോൾ ഏത് സബ്ജക്റ്റാണ് നിങ്ങൾ അവിടെ അസൈൻ ചെയ്തിട്ടുള്ളത്, ആ സബ്ജക്റ്റിന് വേണ്ടിയുള്ള ഒരു ക്ലാസ്സാണ് ഇപ്പം നിങ്ങളിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ 10 സബ്ജക്റ്റ് അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 10 സബ്ജക്റ്റിന് വേണ്ടി 10 ക്ലാസ്സുകൾ തയ്യാറാക്കേണ്ടി വരും. 10 പ്രാവശ്യം മീറ്റിംഗ് ലിങ്ക് ഉണ്ടാക്കിയിട്ട്. കാരണം ഒരേ ക്ലാസ്സിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ മറ്റേ ക്ലാസ്സിലേക്കും വന്നേക്കും അല്ലെങ്കിൽ. അപ്പം അത് തടയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ സംവിധാനമാണുള്ളത്. അപ്പം 10 സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ 10 ക്ലാസ്. എത്ര സബ്ജക്റ്റ് വേണമെങ്കിലും ഒരാൾക്ക് തിരഞ്ഞെടുക്കാമല്ലോ. അത് നിങ്ങൾ നോക്കിയില്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുന്നു. ഈ സബ്ജക്റ്റ് നമ്മൾ തിരഞ്ഞെടുത്തു. ഇനി സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുന്നത് തന്നെ നമ്മൾ ഏത് തരം സബ്ജക്റ്റാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്, ഏത് തരം സബ്ജക്റ്റാണ് നമ്മൾ അസൈൻ ചെയ്തിട്ടുള്ളത്, അതും കൂടി നോക്കണം. അത് നമ്മൾ ഇവിടെ ഈ സിംഗിൾ, ട്രിയോ, സ്ക്വാഡ് ഇങ്ങനെ ഇപ്പം അത് അവിടെ കാണിക്കുന്നുണ്ടാവും. അത് ചെയ്യണം. അതിനു മുമ്പായിട്ട് നമ്മൾ ക്ലാസ്സിനൊരു പേര് കൊടുക്കണം. അപ്പം ഏറ്റവും നല്ലത്, ഉദാഹരണമായി ഒരു ഉസ്താദിൻ്റെ പേര് അഹമ്മദാണ്, നാട് മലപ്പുറമാണ്. അപ്പോൾ നമ്മൾ അഹമ്മദ് ഫൈസി മലപ്പുറം അല്ലെങ്കിൽ അഹമ്മദ് ദാരിമി മലപ്പുറം അങ്ങനെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആളുടെ ക്ലാസ്സാണ് ഇത് എന്ന് തിരിച്ചറിയാൻ വേണ്ടി. അഹമ്മദ് ഫൈസി മലപ്പുറം മലയാളം എന്നല്ല, മലപ്പുറം. ഇതൊക്കെ ഉദാഹരണത്തിന് ചെയ്യുകയാണ്. ഇതുപോലെ എന്താണ് എന്നാൽ ചെയ്യുക. അഹമ്മദ് ഫൈസി മലപ്പുറം, പിന്നെ ഈ ക്ലാസ് 7 7 7ാം ക്ലാസ് എന്നോ അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുക. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ അടുത്തത്, നിങ്ങൾ ഏത് സബ്ജക്റ്റിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ക്ലാസ് ഉണ്ടാക്കുന്നത് അതേ ടൈപ്പാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇപ്പം ട്രിയോ, സിംഗിൾ, മറ്റേ. അപ്പം അവിടെ നിങ്ങൾ സബ്ജക്റ്റ് തിരഞ്ഞെടുത്ത് കൊടുത്തിട്ടുണ്ടാവും 3 പേർക്ക് വേണ്ടിയിട്ടുള്ളത്, അല്ലാതെ ഉള്ളത് നോക്കാം. അവിടെ അതേ ഇത് തന്നെ ഇവിടെ കൊടുക്കണം. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സബ്ജക്റ്റിലേക്ക് രണ്ടാമതൊരു വിദ്യാർത്ഥിക്ക് വരാൻ കഴിയൂല. അപ്പം ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. പിന്നെ അടുത്തത് ഡിസ്ക്രിപ്ഷനാണ്. അവിടെ നിങ്ങളുമായി ബന്ധപ്പെട്ട ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്ന മദ്രസയിൽ പഠിപ്പിച്ചു, ഇത്ര കാലം പഠിപ്പിച്ചിട്ടുണ്ട്, ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്, വേണമെങ്കിൽ അത് വേണമെങ്കിൽ കൊടുക്കുക. നിങ്ങളുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടത് കൊടുക്കുക. നിങ്ങൾ അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അവിടെ നിങ്ങളുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അത് നിർബന്ധമുള്ള സംഗതിയല്ല. ക്ലാസ് ടൈപ്പ് അതിവിടെ കൊടുക്കണം. ക്ലാസ് ടൈപ്പ് നമ്മൾ ലൈവാണ് ചെയ്യുന്നത്. ഇപ്പം റെക്കോർഡഡ് ക്ലാസ് അല്ല. റെക്കോർഡഡ് ക്ലാസ് നമുക്ക് ചെയ്യാൻ പറ്റൂല. റെക്കോർഡഡ് ക്ലാസ് അഡ്മിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് റെക്കോർഡഡ് ക്ലാസ് അല്ല, ലൈവ് ക്ലാസ് ആണ്. അപ്പോൾ ലൈവ് ക്ലാസ് എന്ന് നമ്മൾ ഇവിടെ കൊടുക്കും. ഇവിടെ മാറിപ്പോയി, ലൈവ് ക്ലാസ്. അപ്പോൾ ലൈവ് ക്ലാസ് എന്ന് കൊടുക്കുമ്പോൾ അതിൻ്റെ തീയതി കൊടുക്കാനുള്ള ഒരു കോളം ഇവിടെ വരും. ലൈവ് ക്ലാസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഷെഡ്യൂൾഡ്, ഇത് കണ്ട ഷെഡ്യൂൾഡ് ഡേറ്റ് ആൻഡ് ടൈം. അപ്പോൾ അവിടെ അത് കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഒരു തീയതി കൊടുക്കണം. അപ്പം ഇന്നത്തെ തീയതി ഇന്നാണ് ക്ലാസ് നിർമ്മിച്ചത് എങ്കിൽ ഇന്നത്തെ തീയതി തന്നെ കൊടുത്താൽ മതിയാവും. ഇന്ന് മുതൽ ക്ലാസ് ആരംഭിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ അതും കൂടി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ മീറ്റിംഗ് ലിങ്ക് ഉണ്ടല്ലോ, ആ മീറ്റിംഗ് ലിങ്ക് ഇവിടെ കൊടുക്കാതിരിക്കാം. അത് ഇതിൽ പ്രശ്നമില്ല. കാരണം മീറ്റിംഗ് ലിങ്ക് നേരത്തെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. മീറ്റിംഗ് ലിങ്ക് അപ്പോൾ ഇവിടെ കൊടുക്കാം. രണ്ടാമത്തെ ഒരു URL കൊടുക്കാതിരിക്കാം. അത് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അത് നമ്മളെ ബാധിക്കുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം ക്രിയേറ്റ് ക്ലാസ് കൊടുത്താൽ ഇവിടെ ക്ലാസ് ക്രിയേറ്റ് ആയി മാറി നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട് ഈ ഡാഷ്ബോർഡിലേക്ക്. ഇതാണ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടത്. സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കണം എന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.